السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين حمدا كثيرا طيبا باركا فيه. اللهم صل على نبينا محمد اتقوا الله عباد الله. അള്ളാഹുവിൻ്റെ അതിപാരമായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ അള്ളാഹുവിൻ്റെ കലാം പഠിക്കാൻ ഒരിക്കൽ കൂടി ഒത്തുകൂടാനുള്ള തൗഫീഖ് സൗഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല കർമ്മങ്ങൾ മാത്രം തുണയായുണ്ടാകുന്ന പരലോകത്ത് തുണയേകുന്ന സൽക്കർമ്മമായി നമ്മൾ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ ഭാഗ്യം നൽകിയതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല സുഖലോക സ്വർഗത്തിലും നമ്മളേക്ക് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ സൂറത്തുൽ ഹജ്ജിലെ 15-ാമത്തെ വചനം വരെയാണ് ഇതുവരെ പഠിച്ചത്, മനസ്സിലാക്കിയത്. പിന്നെ 16-ാമത്തെ വചനം തൊട്ടാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ പാരായണം ഒന്ന് കേട്ടിട്ട് തുടങ്ങാം. وكذلك أنزلناه آيات بينات وأن الله يهدي من يريد إن الذين آمنوا والذين هادوا والصابئين والنصارى والمجوس والذين أشركوا إن الله يفصل بينهم يوم القيامة إن الله على كل شيء شهيد ألم تر أن الله يسجد له من في السماوات ومن في الأرض والشمس والقمر والنجوم والجبال والشجر والدواب وكثير من الناس وكثير حق عليه العذاب ومن يهن الله فما له من مكرم إن الله يفعل ما يشاء. അപ്പോൾ ഇവിടെ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വകദാലിക ദാലാണ്. വകദാലിക അൻസൽനാഹ് ഇവിടെ ഇഖ്ഫാ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അൻസൽനാഹ് അങ്ങനെയാണ് ഓതേണ്ടത്. ആയാത്തിൻ ബയ്യിനാത്ത് ഇവിടെ ഇഖ്ലാബ് വരുന്നുണ്ട്. ആയാത്തിൻ എന്നുള്ളതിലെ ഇൻ എന്നുള്ള ഉച്ചാരണം എന്താക്കിയിട്ട് മറിക്കണം? മീമാക്കിയിട്ട് മറിക്കണം. അതിന് ഉള്ള അടയാളാണ് ഇവിടെ ഒരു മീം കൊടുത്തിട്ടുള്ളത്. ആയാത്തിൻ ബയ്യിനാത്ത് അങ്ങനെ മണിച്ച് മറിക്കണം. ആയാത്തിൻ ബയ്യിനാത്തിൻ വഅന്നല്ലാഹ് ഇവിടെ ബയ്യിനാത്തിൻ അവിടെ ഇദ്ആം ബിഉന്ന. അപ്പോൾ ബയ്യിനാത്തിൻ വഅന്നല്ലാഹ് നൂന് മുശദ്ദദാണ്, അതുകൊണ്ട് മണിക്കണം. വഅന്നല്ലാഹ യഹ്ദി മൻ യുരീദ് അവിടെ മൻ യുരീദ് അവിടെ വീണ്ടും ഇത് ആം ബി ഒന്ന വന്നു. മൈ അവിടെ മൈ യുരീദ് ദ് എന്ന് പറഞ്ഞിട്ട് നിർത്തണം. അത് കൽക്കലയുടെ അക്ഷരാണ്. ഇനി തൊട്ടടുത്തായത് ഇന്നല്ലദീന നൂന മുശദ്ദദാണ് മണിക്കണം. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വസ്സാബിഈൻ സ്വാദ് മുശദ്ദദാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു കനം അവിടെ വരണം. വസ്സാബിഈൻ വന്നസ്വാറ നൂന് മുശദ്ദദാണ്, അതുകൊണ്ട് മണിക്കണം. വന്നസ്വാറ വൽമജൂസ് വല്ലദീന അശ്റകൂ അവിടെ നീട്ടി ഓതണം, കാരണം അതിനുള്ള അടയാളാണ് ഇവിടെ കൊടുത്തത്. മദ് മുൻഫസിൽ. അശ്റകൂ ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമഹ് എന്നുള്ള ആ ഒരു ഉച്ചാരണത്തിൽ നിർത്തണം. ആത്താവുമ്പോൾ ഇന്ന അവിടെ വീണ്ടും നൂന് മുശദ്ദദായി ഒന്ന് മണിക്കണം.
ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. അവിടെ ഷൈഇൻ എന്നുള്ളടത്ത് ഇഖ്ഫാ വരുന്നുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടി അവിടെ മണിച്ച് മറക്കണം. ഷഹീദ് ഇത് എന്നുള്ള ഉച്ചാരണം വരണം. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാത്. അവിടെ യസ്ജുദു ലഹു ഹു ഒന്ന് നീട്ടണം. അതിനാണ് ആ ചെറിയ വാവ് എടുത്തിട്ടുള്ളത്. അവിടെ ഇഖ്ഫാ വരുന്നുണ്ട്. മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർള്. ഇവിടെ വീണ്ടും ഇഖ്ഫാ വന്നു. വമൻ ഫിൽ അർള് വശംസു വൽ ഖമർ വന്നജൂം. നൂന് മുശദ്ദദാണ്, വീണ്ടും മണിക്കണം. വന്നജൂമു വൽ ജിബാലു വശജറു വദ്ദവാബ്. ഇവിടെ ഇത് അവിടെ ഏതാ ഉള്ളത്? മദ് മുത്തസിൽ അല്ലേ? മദ്ദു ലാസിം. ദവാബ് നിർബന്ധമായിട്ടും നീട്ടേണ്ട സ്ഥലമാണ്. വദ്ദവാബ് കണ്ടോ? അതിൻ്റെ അടയാളാണ് അവിടെ കാണുന്നത്. വദ്ദവാബ് വകസീറും മിനന്നാസ്. വകസീറും മിനന്നാസ്. അവിടെ ഇത് ആം ഒന്ന് വന്നു. വകസീറും മിനന്നാസ്. പിന്നെ വകസീറുൻ. ഇപ്പോൾ ഇവിടുത്തെ തെൻവീനും ഈ തെൻവീനും വ്യത്യാസമുണ്ടോ? വ്യത്യാസമല്ലേ? ഒന്ന് മേലേന്ന് താഴോട്ടാണ്, ഇവിടെ നേരെയാണ്. ഇപ്പൊ മേലേന്ന് താഴോട്ടും പിന്നെ ഇങ്ങനെ നേരെ ഇട്ട തെൻവീൻ കാണുകയാണെങ്കിൽ അവിടെ വരുന്ന നിയമം ഇദ്ഹാറാണ്. അപ്പൊ അവിടെ ഇന്നുള്ള ഉച്ചാരണം വെളിവാക്കണം, അവിടെ മണിക്കാൻ പാടില്ല. വകസീറുൻ ഹഖ്ഖ അലൈഹിൽ അദാബ് വമൻ യുഹ്നില്ലാഹ്. അവിടെ വീണ്ടും വമൈ ഇത് ആം ബി ഒന്ന. വമൻ യുഹ്നില്ലാഹു ഫമാ ലഹു മിൻ മുക്രിം. ലഹു മിൻ മുക്രിം. ഇവിടെ വീണ്ടും ഇത് ആം ബി ഒന്ന വന്നു. ഇന്നല്ലാഹ യഫ്അലു മാ യശാ. ഇവിടെ നിർബന്ധമാണ് നീട്ടൽ, മദ് മുത്തസിൽ. നമുക്കൊരു വാക്കിന്റെ അർത്ഥം നോക്കാം. വകദാലിക. എന്താ വകദാലിക പറഞ്ഞ? അപ്രകാരം. അൻസൽനാഹു, നാം അതിനെ ഇറക്കി. അൻസല പറഞ്ഞ ഇറക്കി, അൻസൽന നാം ഇറക്കി. ഇപ്പൊ ഇതാരാണ് പറയണത്? ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണ നാം ഇറക്കി. ഹു അതിനെ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആൻ എവിടുന്ന് ഇറക്കിയതാണ്? ഇറക്കി എന്ന് പറയുമ്പോൾ മുകളിൽ നിന്ന് അല്ലേ നമ്മൾ ഇറക്കി എന്ന് പറയാ. അപ്പൊ പരിശുദ്ധ ഖുർആൻ ആകാശത്ത് നിന്ന് വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതാണ് എന്നുള്ളത് ആ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാവും. അപ്പൊ അൻസൽനാഹു അതിൻ്റെ മുളാരി ആണ് യുൻസിലു. അൻസല യുൻസിലു. ആയാത്തിൻ. ആയാത്തിൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്യങ്ങളെ അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങൾ എന്നൊക്കെ പറയാം. പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾക്ക് നമ്മൾ എന്ത് പറയും? ആയത്ത് എന്ന് പറയും, ആയാത്ത് എന്ന് പറയും. അപ്പം അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ നിറച്ചു വെച്ച ദൃഷ്ടാന്തങ്ങൾക്ക്, സൂര്യന് ചന്ദ്രനൊക്കെ നമ്മൾ ആയത്ത് എന്ന് പറയാറുണ്ട്. അപ്പം ആയത്തുൻ എന്നുള്ളതിൻ്റെ ജംആണ് ആയാത്ത്. ആയത്ത് എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തം, ആയാത്ത് എന്നാകുമ്പോഴോ ദൃഷ്ടാന്തങ്ങൾ. ബയ്യിനാത്തിൻ വ്യക്തമായ, ബയ്യിനത്തുൻ എന്നുള്ളതിൻ്റെ ജംആണ് ബയ്യിനാത്ത്. വ അന്നല്ലാഹ, വ അന്ന നിശ്ചയമായും അല്ലാഹു, വ അന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു യഹ്ദി. യഹ്ദി പറഞ്ഞാൽ നയിക്കുന്നു, സന്മാർഗത്തിലാക്കുന്നു, നയിക്കുന്നു, സന്മാർഗത്തിലാക്കുന്നു, ഹുദ നൽകുന്നു എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. ഹദ യഹ്ദി. ഹദ എന്നുള്ളതാണ് അതിൻ്റെ മാളി. അതിൻ്റെ മുളാരിയാണ് യഹ്ദി. സന്മാർഗത്തിലാക്കുന്നു, നേർവഴിക്ക് നയിക്കുന്നു എന്നൊക്കെ പറയാം. മയ്യുരീദ് അവൻ ഉദ്ദേശിക്കുന്നവരെ. മൻ എന്നുള്ളത് ഇവിടെ ഇസ്മു മൗസൂലായിട്ടാണ് വരുന്നത്. അപ്പം അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേർവഴിയിലാക്കുന്നു, സന്മാർഗത്തിലാക്കുന്നു എന്നർത്ഥം. പിന്നെ മൊത്തത്തിലൊന്ന് അർത്ഥം പറഞ്ഞില്ലേ? വകദാലിക അൻസൽന. വകദാലിക എന്താണ്?
അപ്രകാരം അൻസൽനാഹു നാം അതിനെ ആയാത്തിൻ ബയ്യിനാത്തിൻ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളായിക്കൊണ്ട്, വ്യക്തമായ തെളിവുകളായിക്കൊണ്ട് നാം അതിനെ ഇറക്കി. വ അന്നല്ലാഹ തീർച്ചയായും അല്ലാഹു യഹ്ദീ വഴി കാണിക്കുന്നു, മാർഗദർശനം നൽകുന്നു, നേർവഴിക്ക് നയിക്കുന്നു, മയ്യുരീദ് അവൻ ഉദ്ദേശിക്കുന്നവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് വകദാലിക അപ്രകാരം. ഇപ്പം എന്താണ് വകദാലിക എന്നുള്ളത് നമ്മളിങ്ങനെ വിശദീകരിച്ച് വരുമ്പോൾ മനസ്സിലാവും. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണ അൻസൽനാഹു ആയാത്തിൻ ബയ്യിനാത്തിൻ തീർച്ചയായും വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി കൊണ്ട് നാം അതിനെ അഥവാ പരിശുദ്ധ ഖുർആനിനെ നാം അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധ ഖുർആൻ എന്താണ്? ഒന്നാമത്തേത് അത് വ്യക്തമായ ദൃഷ്ടാന്തമാണ്. അപ്പോൾ നമ്മുടെ നേതാവ് മുത്ത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനാണ് എന്നതിൻ്റെ ഒന്നാമത്തെ തെളിവ് എന്താണ്? പരിശുദ്ധ ഖുർആനാണ്. ഏറ്റവും വലിയ അള്ളാഹുവിൻ്റെ റസൂലിന് നൽകിയ ദൃഷ്ടാന്തം ഏതാ? പരിശുദ്ധ ഖുർആനാണ്. കാലാകാലങ്ങളിൽ പ്രവാചകന്മാർ വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലൂടെ അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ വെളിപ്പെടുത്തും. എന്തിനാണ് വെളിപ്പെടുത്തുന്നത്? എന്തിനാ? അവർ പ്രവാചകന്മാരാണ് എന്നതിൻ്റെ തെളിവായി. കാരണം സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ അന്നുള്ള വിശ്വാസങ്ങളൊക്കെ എതിർത്തിട്ടാണ്, തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടൊക്കെയാണ് അവർ വരിക. ആ നാട്ടിൽ നിലനിൽക്കുന്ന അനാചാരങ്ങളെ, അന്ധവിശ്വാസങ്ങളൊക്കെ എതിർത്തിട്ടാണ് പ്രവാചകന്മാർ വരിക. അവർ വന്ന് പറയും, ഞങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണ്, അള്ളാഹുവിൽ നിന്നുള്ള വഹ്യുണ്ട്, എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, ഞങ്ങളെ വഴിപ്പെട്ട് ജീവിക്കണം, ഇന്നതാണ് നന്മ ഇന്നതാണ് തിന്മ എന്നൊക്കെ അവർ പഠിപ്പിക്കുമ്പോൾ ഈ ജനങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, നിങ്ങൾ അള്ളാഹിൻ്റെ ദൂതന്മാരാണെന്നുള്ളതിന് എന്താണ് തെളിവ്? അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലൂടെ അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ വെളിപ്പെടുത്തും. സാധാരണ നിലക്ക് മനുഷ്യരുടെ കൈക്ക് നടക്കാത്ത പല കാര്യങ്ങളും. ഓരോ പ്രവാചകന്മാർക്കും അവരിലൂടെ വെളിപ്പെടുത്തിയ ദൃഷ്ടാന്തങ്ങൾ വ്യത്യസ്തമാണ്. നമുക്ക് ചരിത്രം വായിക്കുന്നിടത്ത് മനസ്സിലാവും. ഇപ്പം നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ദൃഷ്ടാന്തം എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യപ്രവാചകനാണ്, അള്ളാഹുവിൽ നിന്നുള്ള ദൂതനാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് പരിശുദ്ധ ഖുർആനാണ്. പാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് സത്യപ്രവാചകനാണ് എന്നത് വെളിവാക്കാൻ, വ്യക്തമാക്കാൻ അതിനുള്ള ദൃഷ്ടാന്തവുമായി പരിശുദ്ധ ഖുർആൻ അവതരിച്ചു. ഇതാണ് ഒന്ന്. രണ്ട്, പരിശുദ്ധ ഖുർആൻ അത് സത്യം സംശയരഹിതമായി തെളിയിക്കുന്ന, വ്യക്തമാക്കുന്ന ഗ്രന്ഥമാണ്. എന്താണ് ഖുർആൻ വ്യക്തമാക്കുന്നതെന്ന് വെച്ചാൽ എന്താണ് ഹക്ക്, എന്താണ് ബാത്തിൽ എന്നുള്ളത് കൃത്യമായി ഖുർആൻ വിവച്ഛേദിച്ച് നമുക്ക് മനസ്സിലാക്കി തരും. ഇപ്പോൾ നമ്മൾ ഇതുവരെ കദാലിക എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്, അപ്രകാരം, അഥവാ അത് മുൻ വചനങ്ങളിലേക്കുള്ള സൂചനയാണ്. ഇതുവരെ നമ്മൾ പഠിച്ചു വന്ന വചനങ്ങളിൽ അല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ വ്യക്തമാക്കി തന്നു. നമുക്ക് പരലോകമുണ്ട് എന്നതിന് വ്യക്തമായ തെളിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നിൽ വെച്ചു. അങ്ങനെ ഓരോ വിഷയത്തിനും, ഖുർആൻ പറയുന്ന ഓരോ വിഷയത്തിനും വ്യക്തമായ ക്ലാരിറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. മനുഷ്യൻ്റെ ബുദ്ധിയെ തൊട്ടുണർത്തിക്കൊണ്ട് തന്നെ, അവൻ്റെ ചിന്തകളെ ഉണർത്തിക്കൊണ്ട് തന്നെ അനേകം ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ തൊട്ട് മുമ്പുള്ള വചനങ്ങളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ ഖുർആൻ പറയുന്നൊരു ഹക്ക്, അത് സത്യമാണ് എന്നുള്ളത് ഒരാൾക്കും സംശയം തോന്നാത്ത വിധം വ്യക്തമായി പരിശുദ്ധ ഖുർആൻ സ്ഥാപിക്കുന്നുണ്ട്. മൂന്നാമത്തേത്, വിശ്വാസികളെയും അവിശ്വാസികളെയും ഈ ഖുർആൻ വേർതിരിക്കുന്നു. ആരാണ് വിശ്വാസികൾ, ആരാണ് അവിശ്വാസികൾ എന്ന് കൃത്യമായി വ്യക്തമായി ഈ പരിശുദ്ധ ഖുർആൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് അല്ലേ. ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് അവിശ്വാസികൾ, അവരുടെ ദുർഗുണം എന്താണ്, എന്തുകൊണ്ടാണ് അവർ അവിശ്വാസികളായി തീർന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുപോലെ വിശ്വാസികളെ പറ്റി പറയുന്നുണ്ട്, അവരുടെ സൽഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെട്ട മുനാഫിക്കുകളെ കുറിച്ചാണ് തൊട്ട് മുമ്പുള്ള വചനത്തിൽ പറഞ്ഞത്. മുസ്ലിമീങ്ങളുടെ ഉള്ളിൽ വെറുപ്പ് സൂക്ഷിക്കുന്ന, മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവം സംഭവിക്കുകയാണെങ്കിൽ സന്തോഷിക്കുന്ന, എന്നാൽ പുറമേക്ക് മുസ്ലിമായി നടിക്കുന്ന, ഭൗതികമായി എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അതിനുവേണ്ടി മുസ്ലിമീങ്ങളുടെ ഒപ്പം കൂടിയ, ഹൃദയത്തിൽ കുഫർ സൂക്ഷിക്കുന്ന അവരുടെ ആളുകളെ കണ്ടാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് പറയുന്ന കാഫിറുകളുടെ നേതാക്കന്മാരെ കണ്ടാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് പറയുന്ന തരത്തിൽ ഹൃദയത്തിൽ നിഫാഖ് സൂക്ഷിക്കുന്ന ആളുകൾ, അവരെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ വിശ്വാസികളിൽപ്പെട്ട തന്നെ ദുർബല വിശ്വാസികളെ, ശരിയായി ഈമാനിലേക്കും ഇസ്ലാമിലേക്കും പൂർണ്ണമായി പ്രവേശിച്ചിട്ടില്ലാത്ത ആളുകളെ പറ്റി പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ആളുകളെയും വ്യക്തമായി വേർതിരിച്ച് പഠിപ്പിക്കുകയാണ്. ആരാണ് വിശ്വാസി, എന്താണ് അവൻ്റെ ഗുണം, ആരാണ് കാഫിർ, എന്തുകൊണ്ട് അവൻ കാഫിറായി തീർന്നു, ആരാണ് മുനാഫിഖ്, എന്താണ് അവൻ്റെ മാനസികാവസ്ഥ, അതുപോലെ തന്നെ ആരാണ് ദുർബല വിശ്വാസി, അവൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളതൊക്കെ ഖുർആൻ
വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി ഖുർആൻ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അടുത്തത്, കൃത്യമായ മാർഗനിർദ്ദേശം പരിശുദ്ധ ഖുർആൻ നൽകുന്നുണ്ട്. വ്യക്തമായ മാർഗനിർദ്ദേശം നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയായ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്താണ് ഹക്ക്, എന്താണ് ബാത്തിൽ, ഏതാണ് നന്മ, ഏതാണ് തിന്മ, എന്തൊക്കെ നമ്മൾ പ്രവർത്തിക്കണം, എന്തൊക്കെ നമ്മൾ പ്രവർത്തിച്ചുകൂടാ എന്നുള്ളത് കൃത്യമായി പരിശുദ്ധ ഖുർആൻ നമുക്ക് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നുണ്ട്. ഇപ്പോൾ പൊതുവെ ആളുകൾക്ക്, പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഇസ്ലാമിനോടുള്ള വെറുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അതിൽ കുറേ വിലക്കുകളുണ്ട്, കൽപ്പനകളുണ്ട് എന്നുള്ളത്. അപ്പം അതിൻ്റെ പേരിൽ ഇസ്ലാമിൽ നിന്ന് അകലുന്ന ഈ എന്താ പറയുക, സ്വതന്ത്ര ചിന്തയുടെയൊക്കെ വക്താക്കളാകുന്ന, തോന്നിയതുപോലെ ജീവിക്കാനുള്ള ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ദീനിൻ്റെ നന്മകളെ, ദീനിനെ ഒക്കെ ഉപേക്ഷിക്കുന്ന സ്വതന്ത്ര ചിന്തയുടെ വക്താക്കളായി, നിരീശ്വരവാദികളായി തീരുന്ന ഒരുപാട് പുതിയ തലമുറയിൽപ്പെട്ട ആളുകളുണ്ട്. അതിന് ആ പോകുന്ന ആ സമയം അത്രയും, അവിടെ 3 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന അത്രയും അവന് ദീനിൻ്റെ നന്മകളെ കുറിച്ച്, അള്ളാഹുവിൻ്റെ തൗഹീദിനെ കുറിച്ച്, അത് മറ്റുള്ളവരോട് പറയേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അവൻ എത്രയോ ആളുകളോട് പറയുന്നതിനെക്കുറിച്ച്, തഖ്വയെക്കുറിച്ചൊക്കെ അവനിങ്ങനെ വാതോരാതെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനനുസരിച്ച് 5 നേരം നമസ്കരിച്ച് ജുമാക്കൊക്കെ പങ്കെടുത്ത് ദീനിൻ്റെ നന്മകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ളതിൻ്റെക്കാൾ ഒരു 10 മടങ്ങ് അവന് പ്രയാസമാണ്. എന്നാലും ഒരു സന്തോഷത്തോടു കൂടി അവനത് സ്വീകരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇസ്ലാമിൻ്റെ നന്മകളിലേക്ക്, ഇസ്ലാമിൻ്റെ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ചെറുപ്പക്കാരുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന്, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചിട്ടും എത്രയോ പെൺമക്കൾ, വളർന്നു വരുന്ന പുതിയ തലമുറയിലെ പെൺമക്കളും ആൺമക്കളുമൊക്കെ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് വിട്ട് നിരീശ്വരവാദത്തിലേക്കും സ്വതന്ത്ര ചിന്തയിലേക്കും വഴിമാറി പോകുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് ഹാഫിളായ ഒരു ചെറുപ്പക്കാരനാണ്. 24 വയസ്സുള്ളൊരു ചെക്കനാണ്. അപ്പോൾ അവൻ പറഞ്ഞു, അവൻ്റെ കൂടെ ഹാഫിളായ 2 ആൺകുട്ടികൾ ഇപ്പോൾ നിരീശ്വരവാദത്തിലേക്ക് പോയിട്ടുണ്ട്. ഹാഫിളായ ആൺകുട്ടികളാണ് പോയിട്ട്. അപ്പം എന്തുകൊണ്ട് ഇവരിങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചാൽ അതിന് ബേസിക്കലി അവർ പറയുന്ന ഉത്തരം, ഇസ്ലാം എന്നുള്ളത് എന്താണ്, കുറേ നിയമങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്, സ്വാതന്ത്ര്യമില്ല. ഇപ്പോൾ ഈ മക്കളോട് പുതിയ കാലത്ത് ഇവരെ വഴി തെറ്റിക്കാൻ ആളുകൾ ചോദിക്കുന്ന ചോദ്യം തന്നെ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ടേന്നാ. ഇപ്പോൾ പെൺകുട്ടികളോടൊക്കെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വസ്ത്രം ധരിക്കാൻ, ചുണ്ടൊക്കെ ചോപ്പിച്ച് തോന്നിയതുപോലെ നടക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ടേ എന്ന് പുതിയ തലമുറയിലെ മക്കളോട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ തോന്നലുകൾക്കനുസരിച്ച് നടക്കാൻ സ്വാതന്ത്ര്യം വേണ്ടേന്ന് ചോദിച്ചാൽ ഏത് കുട്ടിയും എന്താ പറയുക, പിന്നെ ഇഷ്ടമാണ്, സ്വാതന്ത്ര്യം വേണമെന്നാണ് പറയാം. പക്ഷേ നിയന്ത്രണങ്ങളില്ലാത്ത ഈ സ്വാതന്ത്ര്യം, ഈ നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അള്ളാഹു എന്തിനു വെച്ചതാണ്, നമ്മുടെ നന്മക്ക് വേണ്ടിയിട്ടാണ്. ഈ നിയന്ത്രണങ്ങളില്ലാത്ത ഈ ജീവിതം, ഈ ഖുർആൻ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന ഈ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിക്കാതെ നമ്മുടെ തോന്നലുകൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഇപ്പം താൽക്കാലികമായിട്ട് നമുക്കിതൊരു സൗകര്യവും സുഖമായിട്ട് തോന്നുമെങ്കിലും ഭാവിയിൽ അത് നമുക്ക് ദുരന്തമായിട്ടാണ് വരിക. ഇപ്പം ഇങ്ങനെ ജീവിച്ച എത്രയോ നാടുകൾ അതിന് ഉദാഹരണമാണ്. ഇപ്പോൾ കുറച്ച് മുമ്പ് ജപ്പാനിൽ നിന്ന് പത്രത്തിൽ വായിച്ചൊരു വാർത്തയുണ്ട്. അവിടെ 40,000 വൃദ്ധരായ ആളുകൾ ഈ ഒരു വർഷത്തിനിടക്ക് മരിച്ചു. അവർ മരണപ്പെടുമ്പോൾ അവർ മരിച്ച കാര്യം പോലും ആരും അറിഞ്ഞില്ല. അവസാനം ദുർഗന്ധമൊക്കെ വന്നിട്ടാണ് തൊട്ടയൽപ്പക്കക്കാരൊക്കെ ചെന്ന് നോക്കുമ്പോഴാണ് ഇവർ മരിച്ചതായി കാണുന്നത്. അപ്പം എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥ, ഈ വൃദ്ധരായിരിക്കുമ്പോഴും അവർക്ക് പിന്നെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു എന്ന് ചോദിച്ചാൽ ഈ സ്വതന്ത്ര ചിന്ത അവിടെ വ്യാപകമായി. അപ്പോൾ സ്വതന്ത്ര ചിന്ത വ്യാപകമാകുമ്പോൾ സ്വാഭാവികമായിട്ടും വിവാഹമില്ലാതെയാകും. എല്ലാവരും സ്വന്തം സുഖം തേടി ലിവിങ് ടുഗദർ എന്ന പേരിട്ട് അവനിഷ്ടമുള്ള ഇണയുടെ കൂടെ കുറച്ച് കാലം ജീവിച്ച് അത് മടുക്കുമ്പോൾ വേറൊരാളുടെ കൂടെ പോയി. അപ്പോൾ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കുട്ടി ഉണ്ടാവുക എന്നുള്ളതിന് ഒരിക്കലും അപ്പോൾ അങ്ങനെ ഒരു ബന്ധത്തിൽ ഒരു സ്ത്രീ തയ്യാറാവില്ല. കാരണം ഒരു കുട്ടി ഉണ്ടാകുന്നതോടുകൂടി ആർക്കാണ് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നത്? പെണ്ണുങ്ങൾക്കാണ്. കാരണം 9 മാസവും ചില ദിവസം ഗർഭം ചുമക്കണം, അതിൽ നിന്ന് ഒഴിവൊന്നുമില്ലല്ലോ. പിന്നെ ഈ കുട്ടി ജനിച്ചാൽ അതിന് പാലൂട്ടണം. ഇങ്ങനെ ഇതൊരു സ്വാതന്ത്ര്യക്കേടാണ്, ബുദ്ധിമുട്ടാണ് എന്നറിയുന്നത് കൊണ്ടും, പിന്നെ ഈ സ്വന്തം ഇണയുടെ ആരിൽ നിന്നാണോ ഗർഭം ധരിക്കപ്പെട്ടത് അവരുടെ പിന്തുണ ലഭിക്കില്ല എന്നുള്ളത് കൊണ്ടും, കാരണം അവരപ്പോഴേക്ക് വേറെ ആരുടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവും. കാരണം സ്വാതന്ത്ര്യമാണല്ലോ വേണ്ടത്, അവനാൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇവരൊന്നും വിവാഹിതരാകാൻ തയ്യാറായില്ല, കുട്ടികളുണ്ടായില്ല. അപ്പോൾ ആ നാടുകളൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് പറയുന്നത് കുറേ വയസ്സന്മാരുണ്ട്, പുതിയ തലമുറയില്ല, യുവാക്കളില്ല. കാരണം ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ അധ്യാപനത്തിൽ നിന്ന് മാറി സ്വതന്ത്ര ചിന്തയുടെ സ്വന്തം സുഖം തേടി മാത്രം അവർ പോയപ്പോൾ ആ നാടുകൾ ഒരു 10-20 വർഷം കഴിഞ്ഞപ്പോൾ നേരിടുന്ന ദുരന്താണ്. എന്നിട്ട് ഇവർ വൃദ്ധരാകുമ്പോൾ വല്ലാത്ത ഒറ്റപ്പെടലാണ്. സ്വന്തമായിട്ട് ഇണകളില്ല, മക്കളില്ല.
അപ്പം അതിന് അവരുടെ ആ ഒരു അവസ്ഥ, ആ ഒരു വിഷാദമില്ലാതാക്കാൻ ആ നാട്ടിലെ ഗവൺമെൻറ് ചെയ്യുന്നത് കുറേ മനുഷ്യക്കുട്ടികളുടെ പാവകൾ അവർക്ക് കളിക്കാൻ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലെ വൃദ്ധരായ മാതാപിതാക്കൾ പേരമക്കളുടെ കൈ പിടിച്ച് അവർക്ക് മുട്ടായി വാങ്ങിക്കൊടുത്ത് അങ്ങനെ ഹാപ്പി ആയിട്ട് നടക്കുമ്പോൾ അവിടെ പാവകളെ പിടിച്ച് കളിപ്പിച്ച് കഴിയേണ്ട ദുരന്തം അവർക്ക് വന്നു ചേർന്നു. എന്തിൻ്റെ പേരിലാണ്? ഈ ദീനിൻ്റെ നിയമങ്ങൾ അവർ ഉപേക്ഷിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ദീന് പഠിപ്പിക്കുന്ന കാഴ്ചപ്പാട് ഉപേക്ഷിച്ചിട്ട് ഈ സ്വതന്ത്ര ചിന്തയുടെ പിന്നാലെ പോയി എന്നുള്ളതാണ്. ഈ പോകുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് ബോധ്യമാവില്ല, പക്ഷെ ഒരു 40-45 വയസ്സാകുമ്പോൾ ഇതിൻ്റെ ദുരന്തം മനസ്സിലാവും. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന നിയമങ്ങൾ മനുഷ്യനെ ഏത് കാലത്തും സന്തോഷവും അതുപോലെ തന്നെ അവർക്ക് സമാധാനം നൽകാനുള്ളതാണ്. വ്യക്തമായ നിയമങ്ങളാണ്. അതനുസരിക്കുക എന്നുള്ളത് ഈ ദുനിയാവിലും പരലോകത്തും നമുക്ക് നന്മ മാത്രം ഉണ്ടാക്കുന്നതാണ്. അപ്പം അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മാർഗനിർദ്ദേശങ്ങൾ, ജീവിതത്തിൽ വെച്ച നിയമങ്ങൾ, അതൊക്കെ വളരെ പെർഫെക്റ്റാണ്, മനുഷ്യ ജീവിതത്തിന് ഉതകുന്നതാണ്. അപ്പം എന്താണ് ഈ ആയത്ത് നമുക്ക് നൽകുന്ന സന്ദേശം? ഖുർആൻ അത് വ്യക്തമായ ദൃഷ്ടാന്തമാണ്, മനുഷ്യർക്കുള്ള കൃത്യമായ മാർഗരേഖയ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഅന്നല്ലാഹു യഹ്ദീ മൻ യുരീദ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വഴി കാണിക്കുന്നു, ഹിദായത്ത് നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഹിദായത്ത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞരുളുന്ന ഒന്നാണ് എന്നുള്ളത് ഈ ആയത്ത് നമ്മളെ ഗൗരവത്തെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് വിചാരിച്ചാൽ മറ്റൊരാൾക്ക് ഹിദായത്ത് നൽകാൻ പറ്റില്ല, അത് അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ട തൗഫീഖാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൽപാന്താവിലേക്ക് വരണം, മുസ്ലിം ആകണം എന്നേറെ ആഗ്രഹിച്ച വ്യക്തിയാണ് അബൂ ത്വാലിബ്. എത്ര കരഞ്ഞു പറയുന്നുണ്ട് അവസാന നിമിഷങ്ങളിൽ വരെ, പക്ഷേ ഹിദായത്ത് കിട്ടിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറഞ്ഞത്? താങ്കൾ ഉദ്ദേശിക്കുന്നവർക്ക്, താങ്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഹിദായത്ത് നൽകാനാകില്ല. ഹിദായത്ത് നൽകേണ്ടവൻ ആരാണ്? അത് അള്ളാഹുവാണ്. അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന തൗഫീഖാണ്. ആ തൗഫീഖ് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കും, അപ്പം അള്ളാഹ് ഉദ്ദേശിച്ചവർക്ക് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ അള്ളാഹിൻ്റെ ഉദ്ദേശത്തിൽ നമുക്ക് ഹിദായത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പണിയൊക്കെ എടുത്തിട്ട് എന്താണ് കാര്യം? അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിമർശിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം തന്നെ ഇന്ന ആളുകളൊക്കെ നരകത്തേക്ക്, ഇന്ന ആളുകൾക്ക് സ്വർഗത്തേക്ക്, ഇവരൊക്കെ ഹിദായത്തിൻ്റെ ആളുകൾ, ഇവരൊക്കെ ലൊലാലത്തിൻ്റെ ആളുകളെന്ന് ജനിച്ചപ്പോൾ തന്നെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് പിന്നെ നമ്മൾ സ്വയം പ്രവർത്തിക്കുന്നതിൻ്റെ അർത്ഥമെന്ത്? കാരണം അള്ളയല്ലേ അതൊക്കെ തീരുമാനിക്കുന്നത് എന്ന് തിരിച്ച് ചോദിക്കുന്ന ആളുകളുണ്ട്. ആ ചോദ്യം ചോദിക്കുന്നത് എന്താണ് ഖദർ എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 6ാമതായി നമ്മൾ എണ്ണുന്ന ഒന്നാണ് ഖദറിൽ വിശ്വാസം. അപ്പം അതെന്താണ് എന്ന് കൃത്യമായി പഠിക്കാത്തത് കൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഇപ്പോൾ ഖദർ എന്നതിൽ 4 കാര്യങ്ങളാണ് വരുന്നത്. 1 ഇൽമ്, 2 കിതാബത്ത്, 3 മശീഅത്ത്, 4 ഖൽഖ്. ഈ 4ഉം കൂടുന്നതാണ് ഖദർ. എന്താണ് ഇൽമ് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ ഇൽമാണ് അത്. അള്ളാഹുവിൻ്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഇൽമിൻ്റെ പ്രത്യേകത അതിന് ഇന്ന് നാളെ ഇന്നലെ എന്നുള്ള വ്യത്യാസമില്ല, കാല വ്യത്യാസമല്ല. അപ്പോൾ ഈ ഭൂമിയൊക്കെ സൃഷ്ടിക്കുന്നതിൻ്റെ എത്രയോ മുമ്പ് തന്നെ, ഭൂമി തന്നെ ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് തന്നെ ഭൂമിയിൽ എത്ര മനുഷ്യർ ജനിക്കുമെന്ന് കൃത്യമായിട്ട് അള്ളാഹ്ക്ക് അറിയാം. ആ മനുഷ്യരൊക്കെ ഏതൊക്കെ വഴിയിലൂടെ നടക്കുമെന്നുള്ളത് കൃത്യമായിട്ട് അള്ളാഹ്ക്ക് അറിയാം. ആ മനുഷ്യർ പ്രവർത്തിച്ചിട്ട് അള്ളാഹ്ക്ക് അറിയണ്ട, അതിൻ്റെ മുമ്പ് തന്നെ ഓരോ വ്യക്തിയും നാളെ എന്ത് ചെയ്യും, മറ്റന്നാൾ എന്ത് ചെയ്യും എന്നുള്ളത്, ഓരോ വ്യക്തിയും എന്ത് ചെയ്യുമെന്നുള്ളത് കൃത്യമായി, ഇപ്പം ഞാൻ എന്ത് ചെയ്യും, എൻ്റെ പര്യവസാനം എന്ത് എന്നുള്ളത് അള്ളാഹ്ക്ക് അറിയാം. അത് അള്ളാഹുവിൻ്റെ ഇൽമിലുണ്ട്. കാരണം അള്ളാഹ്ക്ക് ഇന്ന്, ഇന്നലെ, നാളെ എന്നുള്ള ആ ഒരു കാലവ്യത്യാസം അള്ളാഹുവിൻ്റെ ഇൽമിനില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ ഇൽമ് അള്ളാഹ്ക്ക് അറിയാം. ആദം നബി തൊട്ട് അവസാനം വരാനിരിക്കുന്ന മനുഷ്യർ വരെ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും, ഏത് വഴിയാണ് അവർ തിരഞ്ഞെടുക്കുക, എവിടെയാണ് അവർ എത്തിച്ചേരുക എന്നുള്ളതൊക്കെ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. ആ അറിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി. അതാണ് കിതാബത്ത് എന്ന്. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷം മുമ്പ്, 50,000 വർഷം മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം രേഖപ്പെടുത്തി. അള്ളാഹുവിൻ്റെ ഇൽമ്, ആ ഇൽമിലുള്ള ഈ കാര്യം, ഈ അറിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഇൽമിലുണ്ട്, രേഖപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുകയാണോ? അല്ല. അള്ളാഹുവിൻ്റെ ഉദ്ദേശം കൂടി ചേരുമ്പോഴാണത് നടക്കുക. അങ്ങനെ ഈ ഉദ്ദേശം കൂടി ചേരുമ്പോൾ ഹൽക്ക് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകും. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് വഴികേടിലായി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമ്മുടെ വിധി പുസ്തകത്തിൽ അല്ലെങ്കിൽ വിധി എഴുതിയ രേഖയിൽ നമ്മൾ വഴികേടിലാണ് എന്ന് രേഖപ്പെടുത്തി എന്നതുകൊണ്ടല്ല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു ഇഖ്തിയാറുണ്ട്, സത്യവും അസത്യവും വേർതിരിച്ചറിയാൻ. ഇപ്പം ഹിദായത്തിന് 2 തരത്തിലാണ് ഹിദായത്തുള്ളത്. ഒന്ന് ഹിദായത്തുൽ ഇർഷാദ്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചും
വേദഗ്രന്ഥങ്ങൾ നൽകിയും ഏതാണ് സൽപാന്താവ്, ഏതാണ് വിശ്വാസം, ഏതാണ് അവിശ്വാസം, ഏതാണ് നന്മ, ഏതാണ് തിന്മ എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അത് തുറന്നു വെക്കപ്പെട്ടതാണ് എല്ലാവർക്കും. ഇപ്പോൾ ഖുർആൻ അത് പഠിക്കാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ട്. ആ ഖുർആനിൽ ഹുദയുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത് വായിക്കുന്ന ഏതൊരാൾക്കും, നല്ല മനസ്സോടുകൂടി വായിക്കുന്ന ഏതൊരാൾക്കും ആ ഹുദ ഏതാണ് നേർമാർഗം, ഏതാണ് ദുർമാർഗം, ഏതാണ് വിശ്വാസം, ഏതാണ് അവിശ്വാസം എന്ന് ബോധ്യപ്പെടും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു വെച്ചതാണ്. എന്നാൽ അത് അറിഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം അയാൾ ഹിദായത്തിലായി എന്നില്ല. ഇതൊക്കെ അറിയാം, ഇതാണ് ഹക്ക്. ചില ആളുകളുണ്ട് പ്രസംഗിക്കും, മുസ്ലിം വേദികളിലൊക്കെ വന്നിട്ട് ഇസ്ലാമിൻ്റെ നന്മയെക്കുറിച്ച്, അല്ലെ ഇസ്ലാം ഭയങ്കര ഉഷാറാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അവർ പ്രസംഗിക്കും. എന്നാൽ അവർ മുസ്ലിം ആയിട്ടുണ്ടോ? ഇല്ല. അപ്പം നമ്മളൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും, കാരണം ഇസ്ലാമിനെ പറ്റി നന്മ പറയില്ലേ. പക്ഷെ അവര് മുസ്ലിം ആയിട്ടില്ല. അപ്പം അവർക്ക് ഹിദായത്ത് കിട്ടിയോ? ഇന്നതാണ് ഹിദായത്ത്, ഇന്നതാണ് നന്മ എന്നുള്ളത് അവർക്കറിയാം. പക്ഷെ അത് സ്വീകരിച്ചിട്ടില്ല. ഇസ്ലാമൊക്കെ നന്മ തന്നെ, എനിക്ക് വേണ്ട എന്നുള്ള കാഴ്ചപ്പാടാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹിദായത്ത് ഇല്ല. ഇപ്പം ഹിദായത്ത് തൗഫീഖ് എന്ന് പറഞ്ഞാൽ ഖുർആനിലുണ്ട് ഹുദ, ഏതാണ് സന്മാർഗം, ഏതാണ് ദുർമാർഗം എന്നുള്ളത്. അതനുസരിച്ച് ഒരാൾ ജീവിക്കുമ്പോഴാണ്, ആ ഹുദ അവൻ്റെ ജീവിതത്തിൽ മാർഗദർശിയായി വരുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ ഹുദയിലാകുന്നത്. അതിന് എന്ത് വേണം? അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള തൗഫീഖ് വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കണം. ഇപ്പോൾ ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ നന്മയും തിന്മയും ഉണ്ട്, അതിൽ നന്മ തിരഞ്ഞെടുക്കാനും തിന്മ തിരഞ്ഞെടുക്കാനും ഉള്ള ഇഖ്തിയാർ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതിൽ ഏതാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് അള്ളാഹുവിന് ആദ്യമേ അറിയാം. ആ അറിവാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിധിയായി രേഖപ്പെടുത്തുന്നത്. അപ്പം നമ്മൾ തിരഞ്ഞെടുക്കുന്നതിലെ പിഴവാണ് സത്യത്തിൽ നമ്മൾ വഴിതെറ്റാനുള്ള കാരണം, അല്ലാതെ നമ്മുടെ വിധി പുസ്തകത്തിൽ അങ്ങനെ വന്നത് കൊണ്ടല്ല. ഇപ്പം നമ്മുടെ മുമ്പിൽ നന്മയും തിന്മയും വേർതിരിച്ച് തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പം അതിൽ നമ്മൾ നന്മ തിരഞ്ഞെടുത്താൽ നമ്മൾ സന്മാർഗികളാകും, തിന്മയാണോ നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമ്മൾ ദുർമാർഗികളാകും. അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ നമുക്ക് നന്മ ഇന്നതാണെന്ന് മനസ്സിലായി എന്നതുകൊണ്ട് എല്ലാവർക്കും അത് സ്വീകരിക്കാൻ പറ്റിക്കണമെന്നില്ല. അതിനെന്ത് വേണം? അള്ളാഹുവിൻ്റെ തൗഫീഖ് വേണം. അതാണ് ഇവിടെ പറയുന്നത്, അന്നല്ലാഹ യഹ്ദീ മൻ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൽപാന്താവിലേക്ക് നയിക്കുന്നു. അപ്പം നമ്മുടെ സാമർഥ്യം കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടും മാത്രം അതിലെത്താൻ പറ്റില്ല, അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ തൗഫീഖ് വേണം. അപ്പം അത് അള്ളാഹുവിൻ്റെ കയ്യിലാണുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ആ ഹുദ ആഗ്രഹിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, പ്രയത്നിക്കണം. അങ്ങനെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ഹുദയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൈപിടിച്ചുകൊണ്ടുപോകും. അതും ഖുർആനിൽ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം നൽകുന്നതാണ്. ആര് ഈ ഹുദയുടെ ഈ സൽപാന്താവിൽ കഠിനാധ്വാനം ചെയ്യുന്നു, ലനഹ്ദിയന്നഹും സുബുലന, അള്ളാഹു സുബ്ഹാനഹു വ തആല തൗക്കീദോട് കൂടിയാണ് പറഞ്ഞത്, ഞാൻ തീർച്ചയായും അവരെ ഈ സൽപാന്താവിലേക്ക് കൊണ്ടുപോകും, ഈ സൽമാർഗത്തിലേക്ക് കൊണ്ടുപോകും. അപ്പം നമുക്ക് ഹൃദയംഗമായ ആത്മാർത്ഥമായ ആഗ്രഹവും പ്രാർത്ഥനയും പരിശ്രമം ഉണ്ടെങ്കിൽ ഉറപ്പായും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഹിദായത്തിലേക്കുള്ള നമ്മുടെ വഴി എളുപ്പമാക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ തൗഫീഖ്, അള്ളാഹുവിൻ്റെ ആ സഹായം നമുക്ക് ലഭിക്കും. അപ്പം അതാണ് നമ്മൾ അന്നല്ലാഹു യഹ്ദീ മൻ യുരീദ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ ആ ഹുദ തിരഞ്ഞെടുക്കണം, നമ്മൾ ആ വഴിയിൽ നടക്കാൻ ആഗ്രഹിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സൽപാന്താവിലേക്ക് നമുക്ക് വഴി കാണിക്കും. അതിനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. അപ്പം എന്താണ് ഈ ആയത്ത് മൊത്തത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത് വെച്ചാൽ, ഖുർആൻ വ്യക്തമായ ദൃഷ്ടാന്തമാണ്. അതിലടങ്ങിയ ഓരോ കാര്യവും വ്യക്തമാണ്, നമ്മുടെ ജീവിതത്തിന് ഏറ്റവും യോജിച്ചതാണ്, നമുക്ക് ഏറ്റവും നല്ല മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നതാണ്. രണ്ടാമത് ഈ ആയത്ത് പഠിപ്പിക്കുന്ന ഹിദായത്ത് എന്നുള്ളത് അള്ളാഹു നൽകുന്ന വല്ലാത്തൊരു നിഅമത്താണ്. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കണം, പ്രയത്നിക്കണം. അതിനുവേണ്ടി മനുഷ്യൻ്റെ പരിശ്രമവും പ്രാർത്ഥനയും ഉണ്ടാകണം. അപ്പം അങ്ങനെ ആ സത്യത്തിന് വേണ്ടി, ആ നന്മയ്ക്ക് വേണ്ടി, ഹുദയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കും, ആ നന്മയിലേക്ക് വഴി നടത്തും. ഇനി തൊട്ടടുത്ത ആയത്ത്, ഇത് വേറൊരു വിഷയമാണ് പറയുന്നത്. ഇന്ന എന്താ? നിശ്ചയമായും. അല്ലദീന ഒരു കൂട്ടർ, ഇസ്മു മൗസൂല. പിന്നെ നിശ്ചയമായും ഒരു കൂട്ടർ, അത് ആരാണെന്നുള്ളതാണ് തുടർന്ന് പറയുന്നത്. ആമനു വിശ്വസിച്ചവർ, വല്ലദീന യാതൊരു കൂട്ടരും, ഹാദു ജൂതന്മാരായവർ, യഹൂദികൾ, വസ്വാബിഈന സാബികൾ, അല്ലേ? സാബികൾ പറഞ്ഞാൽ എന്താ? സ്വാബികൾ എന്ന് പറഞ്ഞാൽ നക്ഷത്രത്തെ ആരാധിക്കുന്ന ആളുകളാണ്. വൻ നസ്വാറ, നസ്വാറാക്കൾ ആരാണ്? ക്രിസ്ത്യാനികൾ. വൻ നസ്വ വൽ മജൂസ, മജൂസികൾ, അവരാരാ? തീനെ ആരാധിക്കുന്ന ആളുകൾ. പിന്നെ വല്ലദീന അശ്റകൂ, ഷിർക്ക് അവർ
ഷിർക്ക് സ്വീകരിച്ചു, അഥവാ അവർ ഷിർക്ക് ചെയ്യുന്നവരാണ്, മുശ്രിക്കുകൾ, അഥവാ വിഗ്രഹത്തെയൊക്കെ വെച്ച് പൂജിച്ച് ആരാധിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകൾ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, യഫ്സിലു, ഫസല യഫ്സിലു, യഫ്സിലു എന്ന് പറഞ്ഞാൽ തീർപ്പ് കൽപ്പിക്കും. ഫസല പറഞ്ഞാൽ തീർപ്പ് കൽപ്പിച്ചു, അതിൻ്റെ മുലാരിയാണ് യഫ്സിലു, തീർപ്പ് കൽപ്പിക്കും. ബൈനഹും, ബൈന ഇടയിൽ, ബൈനഹും പറഞ്ഞാൽ അവർക്കിടയിൽ. ഈ പറഞ്ഞ 6 വിഭാഗത്തെ പറ്റി പറഞ്ഞല്ലോ. ആരൊക്കെ? വിശ്വാസികൾ, പിന്നെ ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, നക്ഷത്രത്തെ ആരാധിക്കുന്ന ആളുകൾ, പിന്നെ മജൂസികൾ അഥവാ തീനെ ആരാധിക്കുന്ന ആളുകൾ, പിന്നെ മുശ്രിക്കുകൾ അഥവാ വിഗ്രഹത്തൊക്കെ വെച്ച് പൂജിക്കുന്ന ആളുകൾ. ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിലെ ആളുകളെ അതിലേക്ക് ഉൾപ്പെടുത്താം. അപ്പം അവർക്കിടയിൽ വിധി കൽപ്പിക്കും. യൗമൽ ഖിയാമ, യൗമനറ ദിവസം, യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ, അന്ത്യനാളിൽ. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും, അലാ മേൽ, കുല്ലി അല്ല, ഷൈഇൻ കാര്യം, അലാ കുല്ലി ഷൈഇൻ പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും, ഷഹീദ് സാക്ഷ്യം വഹിക്കുന്നു. ശുഹദാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജംആണ്. ഷഹീദ് ആയി എന്ന് പറഞ്ഞാൽ രക്തസാക്ഷിയായി എന്നുള്ളതിനും ആൾക്ക് എന്തോ ഷഹീദ് എന്ന് പറയും. ശുഹദാക്കൾ എന്ന് പറയുമ്പോൾ രക്തസാക്ഷികൾ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ രക്തസാക്ഷിയായി എന്നുള്ളതല്ല, എന്താണ്, സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. പിന്നെ നിങ്ങൾ മൊത്തത്തിൽ അർത്ഥം പറഞ്ഞു. ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വാസികൾ, വല്ലദീന ഹാദു, ജൂതന്മാർ, വസ്വാബിഈന, സ്വാബികൾ നക്ഷത്രത്തെ ആരാധിക്കുന്ന ആളുകൾ, വന്നസാറ ക്രിസ്ത്യാനികൾ, വൽ മജൂസ ദീന ആരാധിക്കുന്നവർ മജൂസികൾ, വല്ലദീന അശ്റകൂ ശിർക്ക് ചെയ്യുന്നവർ മുശ്രിക്കുകൾ. ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ, തീർച്ചയായും അല്ലാഹു അവർക്കിടയിൽ അന്ത്യനാളിൽ വിധി കൽപ്പിക്കും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, ഷൈഇൻ ഷഹീദ്, തീർച്ചയായും അല്ലാഹു എല്ലാ കാര്യത്തിനും ഷഹീദാണ്, സാക്ഷിയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല 6 വിഭാഗത്തെ ഈ ആയത്തിൽ പറയുന്നുണ്ട്. ഒന്ന് വിശ്വസിച്ചവർ, മറ്റൊന്ന് യഹൂദികൾ, പിന്നെ നക്ഷത്രത്തെ ആരാധിക്കുന്ന സോബിയകൾ, പിന്നെ ക്രൈസ്തവർ, നസ്വാറ എന്നുള്ള ക്രൈസ്തവർ, മജൂസികൾ, പിന്നെ മുശ്രിക്ക് അഥവാ ബഹുദൈവ വിശ്വാസികൾ. ഇത്രയും വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയണം, ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ, തീർച്ചയായും അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കിടയിൽ വിധി കൽപ്പിക്കും. ഈ വിഭാഗത്തിൻ്റെയൊക്കെ വാദം എന്താണ്? വിശ്വാസികൾ വാദിക്കുന്നു അവർ ഹക്കിലാണ്, സത്യത്തിലാണ്. ഇതേപോലെ ഇത് ഇവർ മാത്രമാണോ വാദിക്കുന്നത്? ക്രിസ്ത്യാനികൾ നമ്മൾ വഴികേടിലാണോ എന്നാണോ പറയുന്നത്? അല്ല, അവരും വാദിക്കുന്നത് എന്താണ്? ഞങ്ങൾ സന്മാർഗത്തിലാണ്. ജൂതന്മാരോ അവരും പറയുന്നു ഞങ്ങൾ സന്മാർഗത്തിലാണ്. ബഹുദൈവ വിശ്വാസികൾ പറഞ്ഞാൽ അവരും പറയും ഞങ്ങൾ സന്മാർഗത്തിലാണ്. പിന്നെ ഇത് ഇവരായിട്ടൊരു സംവാദം നടന്നു. അപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികളായിട്ടൊരു സംവാദം നടത്തി, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സംവാദം. ഈ വിഷയത്തിലൊരു തീരുമാനം വരുമോ? അവസാനം 2 കൂട്ടർ ഒരുമിച്ച് ഇസ്ലാം പറയുന്നതാണ് ശരി, ഏകദൈവ വിശ്വാസമാണ് ശരി എന്ന് പറഞ്ഞിട്ട് ഈ പാതിരിമാരൊക്കെ അത് അംഗീകരിച്ച് പോകുമോ? ഇല്ല. അപ്പൊ ഈ തർക്കം ഏതുവരെ ഉണ്ടാവും? ഖിയാമത്ത് നാൾ വരെ ഈ തർക്കം ഉണ്ടാവും. ഇനി ഈസാ നബിയൊക്കെ വന്നിട്ട് വ്യക്തമാക്കി കൊടുക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ഒഴിച്ച് അതല്ലാത്ത സന്ദർഭത്തിലൊക്കെ എന്താണ് ഈ തർക്കം തീരുമോ? മനുഷ്യന്മാർക്കിടയിൽ ഈ തർക്കം തീരൂല, അതുണ്ടാവും. കാരണം ഈ പിന്നെ നമ്മൾ ഒരു കൂട്ടരായിട്ട് സംവാദം നടത്തി എന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവരായിട്ട് തർക്കിച്ച് ഇന്നതാണ് സത്യം എന്നൊക്കെ വ്യക്തമാക്കി കൊടുത്താലും അത് അംഗീകരിക്കാൻ തയ്യാറാവൂല. അങ്ങനെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരവസ്ഥ, അങ്ങനെ ഹക്ക് അംഗീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവൂല. എന്നാൽ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവും. അതെന്താണ്? ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിഷയത്തിൽ വിധി കൽപ്പിക്കും. അത് അന്തിമ വിധിയാണ്. ഇപ്പം ഇന്ന് നമ്മൾ ഇവിടെ ഒരു കേസ് തോറ്റാൽ അല്ലെങ്കിൽ കീഴ്ക്കോടതിയിൽ തോറ്റാൽ പിന്നെ തോറ്റാലും നമ്മൾ പറയുന്ന അടുത്ത കോടതി നോക്കാറിയും. അപ്പോൾ അവിടെ കുറേ തർക്കിച്ച് അവിടെയും തോറ്റാൽ പിന്നെ സുപ്രീം കോടതിയിലെത്തും. അങ്ങനെ സുപ്രീം കോടതി വിധിച്ചാൽ പിന്നെ ആ വിഷയത്തെ തർക്കിക്കാൻ അവസരമുണ്ടോ? ഇല്ല, അത് അന്തിമ വിധിയാണ്. പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഈ വിഷയത്തിൽ അള്ളാഹു വിധി പറയും. അതുവരെ ഇവർ തർക്കിക്കും. അവിടെ വെച്ച് വിധി പറഞ്ഞാൽ പിന്നെന്തില്ല, തർക്കിക്കാൻ അവസരമില്ല. അതാണ്. അപ്പോൾ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിധിക്കുക? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല 2 കൂട്ടരെയും വേർതിരിക്കും. സത്യവും അസത്യവും, ഏതാണ് ഹക്ക് എന്താണ് ബാത്തിൽ എന്നുള്ളത് കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വതആല വേർതിരിക്കും. എന്നിട്ട് വിശ്വാസികൾക്ക് അള്ളാഹു സ്വർഗം നൽകും. അതുപോലെ സത്യനിഷേധികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നരകം നൽകും. ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിസ് സഈർ. ഒരു വിഭാഗത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിലേക്ക് വേണ്ടി മാറ്റി നിർത്തും, മറ്റൊരു വിഭാഗത്തെ നരകത്തിലേക്കും.
അപ്പോൾ ഇവിടെ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഹക്കിൻ്റെ വഴി. ഈ പറയുന്നതെല്ലാം ശരി എന്നുള്ള സർവ മത സത്യവാദം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആ വഴി ഏതാണ്? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ഒരേ ഒരു ആദർശം അത് ഇസ്ലാമാണ്. അത് മാത്രമേ ഹക്കായിട്ടുള്ളൂ. ആ ഹക്ക് വ്യക്തമായി അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പരലോകത്ത് പിന്നെ തർക്കിക്കാൻ അവസരമില്ലാത്ത വിധം ബോധ്യപ്പെടുത്തും. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം അത് അന്തിമമാണ്. പിന്നെ അതിനപ്പുറത്ത് പറയാൻ ആരുമില്ല. പിന്നെ അള്ളാഹുവിൻ്റെ തീരുമാനം പൂർണ്ണമായി നീതിയുക്തമാണ്. ഇപ്പോൾ ഇവിടെ ഒരു ജഡ്ജി എന്തെങ്കിലും വിധിച്ചാൽ ചിലപ്പോൾ തെറ്റ് ചെയ്തയാളെ വെറുതെ വിടും, അല്ലെങ്കിൽ പിന്നെ ഒരു തെറ്റും ചെയ്യാത്തയാളെ ശിക്ഷിക്കാം. അങ്ങനെയൊക്കെ ഇവിടെ വരും. പക്ഷെ അള്ളാഹുവിൻ്റെ വിധിയിൽ എന്തില്ല? അങ്ങനെ ഒരു അപാകത വരൂല. അള്ളാഹുവിൻ്റെ വിധി പൂർണ്ണമായി നീതിയാണ്. എന്തുകൊണ്ടാണത്? അതിൽ ഉത്തരമാണ് ഈ പറയുന്നത്, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേറെ, നമ്മുടെ നാട്ടിലെ കോടതികളിലൊക്കെ രണ്ട് വക്കീലന്മാരപ്പുറപ്പുറം നിന്ന് അവർ തെളിവുകൾ ഹാജരാക്കി അത് കണ്ട് അതിൽ അവർക്ക് ഏതാണ് സത്യം എന്ന് തോന്നുന്നു വിധിക്കുകയാണ്. എന്നാൽ അള്ളാഹ്ക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും സാക്ഷിയാണ്. ഇപ്പോൾ ഏതൊക്കെ വ്യക്തി എന്തൊക്കെ ചെയ്യുന്നു, അവൻ്റെ ഉദ്ദേശം എന്ത്, അവൻ്റെ രഹസ്യമായി എന്ത് ചെയ്യുന്നു, പരസ്യമായി ചെയ്യുന്നു, അവൻ്റെ വിശ്വാസം എന്താണ്, അവൻ്റെ ഹൃദയത്തിൽ എന്താണ് അവൻ വിശ്വസിച്ചത്. ഒരു പക്ഷേ ബാഹ്യമായി നമ്മൾ അമുസ്ലിമാണ് എന്ന് വിചാരിക്കുന്ന ഒരാൾ പരലോകത്തെത്തുമ്പോൾ അയാൾ വിശ്വാസിയാകും. കാരണം അവരുടെ ഹൃദയത്തിൽ എന്താണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അങ്ങനെ കാരണം പിന്നെ എനിക്ക് പരിചയമുള്ള ഒരു ചെറുപ്പക്കാരൻ, അവന് പുതുതായി ഇസ്ലാമിലേക്ക് വന്നതാണ്. ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, അച്ഛൻ മരിക്കണ സമയത്ത് എന്നോട് പറഞ്ഞു, ഞാൻ മരിച്ച് ഞങ്ങളെല്ലാവരും മുസ്ലിം ആകണം. അപ്പം അച്ഛനെന്നോ ഹൃദയം കൊണ്ട് ഇസ്ലാമിനെ സ്വീകരിച്ച് ജീവിക്കുന്ന ആളാണ്. പക്ഷെ അതാരും അറിഞ്ഞിട്ടില്ല, മക്കളോ ഭാര്യ കൂടി അറിഞ്ഞിട്ടില്ല. പക്ഷെ മരിക്കണ നേരത്ത് അച്ഛൻ പറഞ്ഞു, ഞാൻ മുസ്ലിം ആയിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ഞാൻ മരിച്ച് ഞങ്ങൾ മുസ്ലിം ആകണം. അങ്ങനെ ഉപ്പയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ ആ വസിയത്ത് കേട്ട് അതിൻ്റെ പേരിലാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എന്ന് ആ ചെറുപ്പക്കാരൻ പറയുമ്പോൾ, പുറമെയുള്ള ആളുകളുടെ കാഴ്ചയിൽ അയാൾ എപ്പോഴും എന്തെങ്കിലും അവിശ്വാസിക്കാരും, പക്ഷെ അള്ളാഹിൻ്റെ കണക്കിൽ അയാൾ മുസ്ലിമാണ്, മുഅ്മിനാണ്. അപ്പം കൃത്യമായി ഒരാളുടെ ഹൃദയത്തിൽ ഏത് വിശ്വാസം ഉള്ളത്, എന്തൊക്കെയാണല്ലോ പ്രവർത്തിച്ചത്, അയാൾ പ്രവർത്തിക്കുമ്പോൾ അയാളുടെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായി അറിയുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന അള്ളാഹുവിൻ്റെ വിധിയിൽ പിഴവ് സംഭവിക്കൂല. അതുകൊണ്ട് തന്നെ അതിലൊരു പക്ഷപാതം ഉണ്ടാവില്ല. പൂർണ്ണമായ നീതിയാണ് അതുവഴി നടപ്പാക്കപ്പെടുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വാക്കിലൂടെ നമ്മൾ അറിയിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മുടെ ലോകത്ത് വ്യത്യസ്ത മതങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇസ്ലാം മാത്രമേ ഉണ്ടാകാവൂ എന്നുള്ളൊരു തീവ്രവാദം ഒരിക്കലും ഒരു വിശ്വാസിക്ക് ഉണ്ടാക്കാൻ പാടില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ഇവിടെ റഹ്മാനാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല മഴ പെയ്യിപ്പിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു അനുഗ്രഹം നമുക്ക് മാത്രമാണോ കിട്ടുന്നത്? ഇല്ല, എല്ലാവർക്കും കിട്ടും. അപ്പോൾ ഭൗതികമായ അനുഗ്രഹങ്ങൾ, മക്കൾ, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഒരുപോലെ നൽകുന്നു. അപ്പോൾ ഇവിടെ വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഖുർആൻ നമ്മളെ ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത് ഹക്കാണെന്ന് ബോധ്യപ്പെട്ട നമ്മൾ അത് ഹക്കാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ മറ്റു മതങ്ങളൊന്നും ഇവിടെ ഉണ്ടാകാൻ പാടില്ല, അവരൊക്കെ നശിക്കണം, അവർക്ക് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്ന്, ഭൗതികമായി തീർത്ത് കളയണം എന്നൊരു ചിന്ത നമുക്കുണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു ആശയം കൂടി ഈ ആയത്ത് നൽകുന്നുണ്ട് എന്നുള്ളത് ഇതിൻ്റെ വിശദീകരണത്തിൽ കാണാം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്ന ലോകത്ത് വ്യത്യസ്ത മതവിഭാഗങ്ങളുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊള്ളണം. ഇതിലെ അന്തിമ വിധി അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമാണ്. അല്ലാതെ ഇവർ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടൊരു തീരുമാനം ഈ ദുനിയാവിൽ വെച്ചിട്ട് ഉണ്ടാവില്ല. പിന്നെ അള്ളാഹുവിൻ്റെ വിധിയുടെ പ്രത്യേകത, അത് പൂർണ്ണമായ നീതിയുക്തമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനും എല്ലാറ്റിനും സാക്ഷ്യം വഹിക്കുന്നവനുമാണ്. ഇനി തൊട്ടടുത്ത ആയത്ത്, അലം തറ, അലം ലേ എന്നുള്ള അർത്ഥം, ചോദ്യമാണ്. അലം തറ, നീ കണ്ടില്ലേ? തറ പറഞ്ഞാൽ നീ കണ്ടു. അലം തറ എന്നാകുമ്പോഴോ, ലം എന്നുള്ളത് നഫിയാണ്, നിഷേധമാണ്. ആ എന്നുള്ളത് ചോദ്യചിഹ്നം. അപ്പോൾ നമ്മളോട് ചോദിക്കണം, അള്ളാഹു നീ കണ്ടില്ലേ? റഅ എന്നുള്ളതിൻ്റെ മുലാരി ഫോമാണ് യറ. അവിടെ തറ എന്ന് വരാൻ കാരണം നീ കണ്ടില്ലേ, നമ്മളോട് ഇങ്ങോട്ടുള്ള അള്ളാഹിൻ്റെ ചോദ്യം ആയതുകൊണ്ടാണ് അങ്ങനെ താന്ന് ഉപയോഗിച്ചത്. യറ എന്നാകുമ്പോൾ അവൻ എന്നാണ്. അലം യറ എന്ന് പറഞ്ഞാൽ അവൻ കണ്ടില്ലേ എന്ന്. അലം തറ എന്നാകുമ്പോഴോ നീ കണ്ടില്ലേ എന്നായി. പലം തറ, നീ കണ്ടില്ലേ? അന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു, യസ്ജുദു, യസ്ജുദു സുജൂദ് ചെയ്യുന്നു, ലഹു അവന്, തീർച്ചയായും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു, മൻ ഒരുവർ, മൗഫി സമാവാത്ത്
ആകാശങ്ങളിലുള്ളവർ. സമാവാത്ത് പറഞ്ഞാൽ ആകാശങ്ങൾ. അപ്പോൾ ആകാശം എന്നുള്ളതിന് എന്താ പറയാ മംഫിസ് സമാവാത്ത് എന്ന് പറഞ്ഞാൽ ആകാശത്തിലുള്ളവർ. അപ്പം ആകാശങ്ങളിലുള്ളവർ അവന് അഥവാ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നതായി നീ കാണുന്നില്ലേ? വമൗ ഫിൽ അർ, അതുപോലെ ഭൂമിയിലുള്ളവരും, വശംസു സൂര്യനും, വൽ ഖമറു ചന്ദ്രനും, വന്നജൂമു നക്ഷത്രങ്ങൾ, പിന്നെ വൽ ജിബാലു പർവ്വതങ്ങൾ, വശജറു വൃക്ഷങ്ങൾ, വദ്ദവാബു ജീവജാലങ്ങൾ, ഇവരൊക്കെ സുജൂദ് ചെയ്യുന്നതായി നീ കാണുന്നില്ലേ? വകസീറുൻ ധാരാളം ആളുകൾ, അല്ലെങ്കിൽ പല ആളുകൾ, മിനന്നാസി മനുഷ്യരിൽ നിന്ന്. അപ്പോൾ മനുഷ്യരിൽ നിന്ന് അനേകം ആളുകൾ എന്നർത്ഥം. വകസീറുൻ അനേകം പേരുടെ വിഷയത്തിൽ, ധാരാളം ആളുകളുടെ വിഷയത്തിൽ, ഹഖ സ്ഥിരപ്പെട്ടു, അലൈഹി അവരുടെ മേൽ, അവരുടെ മേൽ സ്ഥിരപ്പെട്ടു എന്ത്? അൽ അദാബ് ശിക്ഷ. എന്നിട്ട് പറഞ്ഞു വമൻ യുഹിനില്ലാഹു, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അപമാനിക്കുക, നിന്ദ്യനാക്കുക, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്ദ്യനാക്കിയാൽ, ഫമാലഹു അവനില്ല, അപ്പോൾ മാലഹു അവനില്ല, അവിടെ നഫിയാണ്, മാലഹു അവനില്ല, മുക്രിം മാനിക്കുന്നവൻ, ആദരവ് നൽകുന്നവൻ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്ദ്യനാക്കിയ ഒരു വ്യക്തിക്ക് പിന്നെ ആദരവ് നൽകുന്ന ഒരാളുമില്ല. ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു യഫ്അലു അവൻ പ്രവർത്തിക്കുന്നു, മാ യശാ അവൻ ഉദ്ദേശിക്കുന്നതെല്ലാം. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നതെല്ലാം പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ് എന്നർത്ഥം. അപ്പം ഒന്ന് അർത്ഥം പറഞ്ഞാൽ, അലം തറ നീ കാണുന്നില്ലേ, അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വ മൻ ഫിൽ അർദ്, ആകാശങ്ങളിലുള്ളവരും ഭൂമിയുള്ളവരും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നത് നീ കാണുന്നില്ലേ? അതുപോലെ വശംസു സൂര്യനും, വൽ ഖമറു ചന്ദ്രനും, വൻ നുജൂമു നക്ഷത്രങ്ങളും, വൽ ജിബാലു പർവ്വതങ്ങളും, വശജറു മരങ്ങളും, വദ്ദവാബു ജീവജാലങ്ങളും, വകസീറു മിനന്നാസ് ജനങ്ങളിൽ നിന്ന് ധാരാളം ആളുകളും. അപ്പോൾ ഇവിടെ അലം തറ എന്നുള്ളത് കണ്ണുകൊണ്ടുള്ള കാഴ്ച മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് മനസ്സിലാക്കുന്നില്ലേ, നമ്മുടെ അറിവും ചിന്തയും ഉപയോഗപ്പെടുത്തുന്നില്ലേ, അങ്ങനെ മനസ്സിലാക്കുന്നില്ലേ എന്നുള്ളത് കൂടിയാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പം എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നീ ആലോചിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ എന്ന് പറയുന്നത് എന്താണ്? ആകാശ ഭൂമിയിലെ അഖിലതും. അപ്പം ആകാശത്തുള്ളവർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരൊക്കെ പെടും? മലക്കുകൾ അല്ലേ? പിന്നെ ഭൂമിയിലുള്ളവർ, പിന്നെ സൂര്യനും ചന്ദ്രനും, മൊത്തത്തിൽ ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ച ഭൗതിക വസ്തുക്കൾ, അതുപോലെ ജീവജാലങ്ങൾ, ഇവരെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കീഴൊതുങ്ങിക്കൊണ്ടാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് ഈ പറഞ്ഞത്. അപ്പോൾ അവർ അവരുടേതായ സുജൂദ് അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്, അവർക്ക് അവരുടേതായ തസ്ബീഹുണ്ട്, ഖുർആൻ പറയുന്നുണ്ട്. പക്ഷെ അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അഥവാ അവരവരുടെ അങ്ങേയറ്റത്തെ വിനയവും അങ്ങേയറ്റത്തെ ആ കീഴ്വണക്കവും അള്ളാഹുവിൻ്റെ മുമ്പിൽ കാണിക്കുന്നു. എല്ലാം അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ളത് എന്നുള്ളതാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. ഇപ്പം സുജൂദ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട്. ഇപ്പം നമ്മൾ വിശ്വാസികൾ ചെയ്യുന്ന സുജൂദ് അത് ഐച്ഛികമാണ്, അത് നമുക്ക് സുജൂദ് ചെയ്യാം, ചെയ്യാതിരിക്കാം, രണ്ടിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഈ പറയുന്ന പർവ്വതങ്ങളും മലകളും ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു സൃഷ്ടിച്ചു വെച്ച ഈ വസ്തുക്കളുടെ സുജൂദ് പറഞ്ഞാൽ അത് നിർബന്ധിതമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ വഴിപ്പെടുന്നതിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ളൊരു പ്രകൃതം അവർക്ക് നൽകിയിട്ടില്ല. അപ്പം അത് അപ്പോൾ രണ്ട് സുജൂദും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് നമ്മുടെ സുജൂദ്, നമ്മളും സുജൂദ് ചെയ്യുന്നുണ്ട്, ആ സുജൂദ് ഐച്ഛികമാണ്. നമുക്ക് വേണമെങ്കിൽ വഴിപ്പെട്ട് ജീവിക്കാം, അള്ളാഹുവിന് സുജൂദ് ചെയ്തും അള്ളാഹുവോടുള്ള വിനയം അങ്ങേറ്റം പ്രകടിപ്പിച്ചും ജീവിക്കാം, അതല്ലാതെയും ജീവിക്കാം. എന്നാൽ മറ്റു ജീവജാലങ്ങൾക്കോ അല്ലെങ്കിൽ ഈ പ്രകൃതിയിലെ മറ്റ് പ്രതിഭാസങ്ങൾക്കൊന്നും അതിന് ആവില്ല. അപ്പം അതാണ് മനുഷ്യരുടെ കാര്യം പറഞ്ഞപ്പോൾ, മറ്റുള്ളവരുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവരെല്ലാവരും അള്ളാഹുവിന് കീഴൊതുങ്ങുന്നുണ്ട് അല്ലേ? ഒരു സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അപ്പം നമുക്ക് കൃത്യമായി ഇവിടെ ഇന്ന സമയത്താണ് സൂര്യൻ ഉദിക്കുന്നതെന്ന് സമയം രേഖപ്പെടുത്താൻ പറ്റുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനോട് കൽപ്പിച്ചതാണത്. ഇന്ന ദിവസം ഇത്ര സമയത്ത് നീ ഉദിക്കണം എന്നുള്ളത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ആ കൽപ്പന അനുസരിച്ചിട്ടാണ് പോകുന്നത്. അതിലൊരു സെക്കൻഡ് നമ്മുടെ ട്രെയിനൊക്കെ നേരെ വൈകി വന്നു അല്ലെങ്കിൽ നേരത്തെ വന്നു എന്ന് പറയുന്നത് പോലെ സൂര്യൻ നേരെ വൈകിയൊന്നും വരില്ല, കൃത്യമായ ആ സമയത്തേ വരുള്ളൂ. അതുകൊണ്ടാണ് കൃത്യമായി നമുക്ക് ഈ ഉദയസമയവും അസ്തമയ സമയമൊക്കെ കണക്കാക്കാൻ പറ്റുന്നത്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഇവരൊക്കെ കൃത്യമായി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച്
നിർബന്ധിതമായി കൊണ്ട് തന്നെ ആ ബൗണ്ടറിക്ക് അപ്പുറം കിടക്കാൻ അവർക്കാവില്ല. എന്നാൽ മനുഷ്യരെ പറ്റി പറഞ്ഞപ്പോൾ വകസീറും മിനന്നാസ്, മനുഷ്യരെല്ലാവരും ഒന്നും പറഞ്ഞില്ല. കാരണം എന്താണ്? മനുഷ്യർക്ക് ഇതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ ഒരാൾ ഈ ജീവജാലങ്ങളും ജന്തുക്കളൊക്കെ അള്ളാഹുവിന് കീഴൊതുങ്ങി അള്ളാഹുവിന് സുജൂദ് ചെയ്ത് ആണ് ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. അപ്പം ഈ സ്വാതന്ത്ര്യത്തെ ആ അർത്ഥത്തിൽ അള്ളാഹുവിന് കീഴൊതുങ്ങി അങ്ങേയറ്റത്തെ വിനയം പ്രകടിപ്പിക്കുന്ന സുജൂദ് അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെയ്ത് അങ്ങനെയാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ താളത്തോടൊപ്പം അവനും ലയിച്ചു ചേരുകയാണ്. കാരണം ഈ പ്രപഞ്ചത്തിലെല്ലാം സുജൂദ് ചെയ്യുന്നുണ്ട്, ആ താളത്തോടൊപ്പം നമ്മളും ലയിച്ചു ചേർന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടരായ അടിമകളായി നമ്മൾ മാറുകയാണ്. കാരണം നമുക്കിത് തിരഞ്ഞെടുത്തതാണ്, നമ്മൾ മറ്റുള്ളവർ നിർബന്ധിതരാണ്. അതുകൊണ്ട് തന്നെ അവരെക്കാളും നമുക്ക് ശ്രേഷ്ഠതയുണ്ട്. അപ്പം ആ സുജൂദ് വഴി മനുഷ്യർ ആദരിക്കപ്പെടും, അല്ലേ? അതാണ് അള്ളാഹു സുബ്ഹാനഹു വ കസീറുൻ ഹഖ അലൈഹിൽ അദാബ്, അധിക പേരുടെ, ഒരുപാട് ആളുകളുടെ പേരിൽ സുജൂദ് ചെയ്തില്ല എന്നതിൻ്റെ പേരിൽ, അള്ളാഹുവിന് കീഴൊതുങ്ങിയില്ല എന്നതിൻ്റെ പേരിൽ അവരുടെ മേൽ ശിക്ഷ സ്ഥിരപ്പെട്ടു. എന്നാൽ സുജൂദ് ചെയ്യുന്ന പേരുടെ പേരിലോ സ്വാഭാവികമായിട്ടും അള്ളാഹുവിൻ്റെ സ്വർഗം, അതുപോലെ അള്ളാഹുവിൻ്റെ ആദരവ്, അതുപോലെ അള്ളാഹു സുബ്ഹാനഹു നൽകുന്ന പ്രതിഫലവും സ്ഥിരപ്പെടും. അപ്പം നമ്മൾ എത്ര അള്ളാഹുവിൻ്റെ മുമ്പിൽ താഴുന്നോ അത്രയും അള്ളാഹുവിൻ്റെ അടുത്ത് ഉയരും. അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് ആദരവും സ്നേഹവും പ്രതിഫലവും ഉണ്ടാവും. എന്നാൽ നമ്മൾ എത്ര സുജൂദ് ചെയ്യാൻ മടിക്കുന്നോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ധിക്കരിക്കുന്നോ അതിനനുസരിച്ച് അള്ളാഹിൻ്റെ അടുത്ത് നിന്ദ്യനാകും. ഇപ്പം ഇബ്ലീസ് ഒരൊറ്റ സുജൂദ് ചെയ്യാനേ അള്ളാഹു പറഞ്ഞോളൂ, പക്ഷെ അള്ളാഹിൻ്റെ കൽപ്പന അനുസരിക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് കാലാകാലം അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്ദിക്കപ്പെട്ടവരിൽ ഉൾപ്പെട്ടു. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ എന്നേക്കുമായി മഹ്റൂമാക്കപ്പെട്ടു. ആകെ ഒഴിവാക്കിയത് എന്താണ്? ഒരൊറ്റ സുജൂദാണ്. ആദമിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം എന്നുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിച്ചു. അപ്പം അവിടെ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവോടുള്ള കീഴ്വണക്കം. അതിന് തയ്യാറായില്ല. ഒരൊറ്റ സുജൂദ് ഒഴിവാക്കിയതിൻ്റെ പേരിൽ ഇബ്ലീസ് എന്നേക്കുമായി നിന്ദ്യനാക്കപ്പെട്ടു, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെട്ടു. അപ്പോൾ ഒരാൾ സുജൂദ് ചെയ്താൽ അതുവഴി അള്ളാഹുവിലേക്ക് അടുക്കും. അപ്പോൾ നമ്മൾ ഓരോ സുജൂദ് ചെയ്യുമ്പോഴും സ്വർഗത്തിലെ ഉയർന്ന ദറജ നമുക്ക് ലഭിക്കും എന്നുള്ളത് ഹദീസിൽ കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ആ സ്വർഗത്തിൻ്റെ ഉന്നത സോപാനങ്ങളിൽ ആ സഹവാസം, ആ സുഹബത്ത് ആസ്വദിച്ച് കഴിയാൻ പറ്റുന്ന തരത്തിൽ ഉയർന്ന ദർജകളിൽ എത്താൻ നമ്മളെ സഹായിക്കുന്നത്. അത്രയേറെ ഉയരത്തിൽ സുജൂദ് കൊണ്ട് നമ്മളെത്തും. ഇപ്പം നമ്മൾ ചെയ്യുന്ന സുജൂദ് ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അങ്ങേയറ്റത്തെ എളിമയും താഴ്മയും പ്രകടിപ്പിക്കുന്ന രൂപമാണ്. ഇപ്പം നമ്മുടെ മുഖം, ഇത് ഏറ്റവും ശരീരത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗമാണ്. അപ്പം ഇതാണ് നമ്മൾ ഏറ്റവും കരുതലോടെ കൊണ്ടു നടക്കുന്നത്. പൗഡറൊക്കെ ഇട്ട് നല്ല ചുറുക്കാക്കി കൊണ്ടുനടക്കുന്ന ഈ തലയുടെ ഈ ഭാഗം, ഈ നെറ്റിയും മൂക്കൊക്കെ ഏറ്റവും താഴെ നമ്മളേറെ പ്രാധാന്യം കൊടുക്കും. നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയാണ് ഈ മുഖം എന്നുള്ളത്. നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡിലും മറ്റ് ഡോക്യുമെൻറ്റിലൊക്കെ ഈ മുഖത്തിൻ്റെ ചിത്രമാണ് വെക്കുക. ഇത്രയേറെ പ്രധാനപ്പെട്ട, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട ഈ മുഖം ഏറ്റവും താഴെ നമ്മുടെ കാല് വെക്കുന്നിടത്ത് നമ്മൾ കൊണ്ടുവെക്കുകയാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റവും ഉള്ള ആ വിനയം, ആ എളിമ, ഇത് അങ്ങേയറ്റം പ്രകടിപ്പിക്കുന്ന രൂപമാണ്. ഇനി അതിനപ്പുറത്തേക്കൊന്നില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ നെറ്റി അവിടെ തറയിൽ വെച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയം പ്രകടിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് എന്താണ്? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, ഏറ്റവും ഉന്നതനായ അള്ളാഹു, നീ പരിശുദ്ധനാണ്, നീ എല്ലാം തികഞ്ഞവനാണ്, ഒരു പോരായ്മയും ഇല്ലാത്തവനാണ്. എന്നാൽ എൻ്റെ അവസ്ഥയോ, ഞാൻ നിൻ്റെ അടിമയാണ്, നിൻ്റെ കാരുണ്യത്തിൻ്റെ തണൽ കഴിയുന്ന ഒരാളാണ്. ആ ഒരു വിനയം, അങ്ങേയറ്റത്തെ വിനയം, നമ്മുടെ അഹങ്കാരവും ഈഗോയും ഒക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ മാറ്റിവെച്ച് നമ്മൾ അങ്ങേയറ്റത്തെ വിനയം പ്രകടിപ്പിക്കുകയാണ്. ആ ഒരു മനസ്സോടുകൂടി നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ അപ്പോഴാണ് ആ സുജൂദിന് ആത്മാവുണ്ടാകുക. നമ്മൾ ആലോചിക്കുക, സുജൂദ് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും അഹങ്കാരിയാകാൻ പറ്റില്ല. നമ്മൾ ആലോചിക്കുക, നമ്മൾ സുജൂദ് ചെയ്തിട്ടും നമുക്ക് വിനയം ഉണ്ടാകുന്നില്ലേ എന്ന്. സുജൂദിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞ വിനയമാണ്. നമ്മുടെ ജീവിതത്തിൽ വിനയം ഉണ്ടാകണം, എളിമയുണ്ടാകണം. കാരണം നമ്മുടെ എല്ലാ അഹങ്കാരവും അള്ളാഹുവിൻ്റെ മുമ്പിൽ അടിയറവ് പറയുന്ന രംഗമാണ് സുജൂദ്. അങ്ങനെ സുജൂദ് ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ എത്ര താഴുന്നോ അത്രയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉയർത്തും. എത്രത്തോളം ഒരു പരിശുദ്ധ ഖുർആനിലെ ഒരു വചനത്തിൽ കാണാം, കാഫിറുകൾ, നിഷേധികൾ അവർ മരണപ്പെടുമ്പോൾ അതിൻ്റെ പേരിൽ, ഇപ്പോൾ ഫിർഔനിൻ്റെ ആ മരണത്തെക്കുറിച്ചൊക്കെ, അവൻ്റെ ആ ദുരന്തത്തെക്കുറിച്ചൊക്കെ പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആകാശമോ ഭൂമിയോ അവൻ്റെ വേർപാടിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞില്ല. എത്രയോ വലിയ രാജാവായിരുന്നു, ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ റബ്ബ് എന്നൊക്കെ വാദിക്കാൻ മാത്രം അടക്കി ഭരിച്ചിരുന്ന രാജാവാണ്. പക്ഷെ മരിച്ച സമയത്ത് അവന് വേണ്ടി കരയാൻ ഒരാളുണ്ടായിരുന്നില്ല, അനുയായികൾ ഉണ്ടായിരുന്നില്ല, ആകാശം കരഞ്ഞില്ല, ഭൂമി കരഞ്ഞില്ല. എന്നിട്ട് ഈ ആയത്തിന് വിശദീകരിക്കുന്നിടത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകൾ മുജാഹിദ് റഹ്മത്തുള്ളാഹി ആ തഫ്സീറിൽ ഇങ്ങനെ കോട്ട് ചെയ്യുന്നത് കാണാം. എന്നാൽ ഒരു വിശ്വാസിയുടെ മരണം അങ്ങനെയല്ല.
ഒരു വിശ്വാസി മരിക്കുമ്പോൾ അവൻ സുജൂദ് ചെയ്ത സ്ഥലം കരയുമെന്നാണ്, വേദനിക്കുമെന്നാണ്. ഇനി എൻ്റെ മുകളിൽ സുജൂദ് ചെയ്യാൻ അവനില്ലല്ലോ എന്നോർത്ത്, ഒരു വിശ്വാസിയുടെ വേർപാടോർത്ത് നമ്മൾ സുജൂദ് ചെയ്യുന്ന ഇടം വരെ കരയുമെന്നാണ് ആ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പ്രകാരം രേഖപ്പെടുത്തുന്നത് കാണാം. അപ്പം നമ്മൾ സുജൂദ് എന്നുള്ളത് ഏറ്റവും ഉന്നതമായ കർമ്മമാണ്. അത് നമ്മൾ നിർവഹിക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നിന്ദ്യത വരും എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നത്. വമൻ യുഹിനില്ലാഹു ഫമാ ലഹു മുക്രിം. ആ നിന്ദ്യത അങ്ങേയറ്റമാണ്. എപ്പോഴാണ് ആ നിന്ദ്യതയുടെ, സുജൂദ് ചെയ്തതിൻ്റെ സൗഭാഗ്യവും സുജൂദ് ചെയ്തില്ല എന്നതിൻ്റെ പേരിലെ നിന്ദ്യതയും നമുക്ക് അതിൻ്റെ വലുപ്പം മനസ്സിലാകുക എപ്പോഴല്ല, നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരുന്ന, നമ്മളൊക്കെ ഒറ്റക്കൊറ്റക്ക് പോയി നിൽക്കേണ്ടി വരുന്ന ദിവസമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യൗമ യുക്ശഫു അൻ സാഖ്, കണങ്കാല് വെളിവാകുന്ന ദിവസം. വയുദ്ഔന ഇല സുജൂദ്, അന്ന് സുജൂദ് ചെയ്യാൻ ക്ഷണിക്കപ്പെടും. മനുഷ്യരൊക്കെ ഒരുമിച്ച് കൂടുന്ന ആ പരലോകത്ത് ആ ദിവസത്തിൻ്റെ ഉടമസ്ഥനായ റബ്ബ് ആരാണോ, ഏതൊരു റബ്ബിൻ്റെ കയ്യിലാണോ അന്നത്തെ രക്ഷയുള്ളത്, ആ റബ്ബിൻ്റെ മുമ്പിൽ അന്ന് സുജൂദ് ചെയ്യാൻ ക്ഷണിക്കപ്പെടും. ഒന്നെല്ലാവരും ഈ ദുനിയാവിൽ എത്ര അഹന്ത കാണിച്ച് നടന്നാലും, പടച്ചോനെ ഇല്ല എന്ന് പറഞ്ഞ് നടന്ന ആൾക്കാരും അന്ന് റബ്ബിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ തയ്യാറാകും. കാരണം എല്ലാവർക്കും ബോധ്യമുണ്ട്, ഈ ദിവസത്തിൻ്റെ ഉടമസ്ഥനായ റബ്ബിൻ്റെ മുമ്പിലേക്കാണ് സുജൂദ് ചെയ്യാൻ വിളിക്കുന്നത്. ഇന്ന് അല്ലാഹു പറയുന്നു ഫലാ യസ്തതിഊൻ, അവർക്കതിന് സാധിക്കൂല. എന്തുകൊണ്ടാണ് അവർക്ക് സാധിക്കാത്തത്? അവര് സുജൂദ് ചെയ്യണമെന്ന് ഏറെ ആഗ്രഹിച്ചിട്ടും, അങ്ങനെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനും ഫളിനും വേണ്ടി പ്രാർത്ഥിക്കണം അള്ളാഹുവിൻ്റെ മുമ്പിൽ നെറ്റിവെച്ച് എന്ന് ആഗ്രഹിച്ചിട്ടും അവരുടെ പെരടി വളയുന്നില്ല. അള്ളാഹു പറയണ ഖാശിഅതൻ അബ്സാറുഹും തർഹഖും ദില്ല, അവരുടെ മുഖം, അവരുടെ കണ്ണുകൾ ഇങ്ങനെ കീഴ്പോട്ട് താഴ്ന്നിരിക്കും. നിന്ദ്യത അവരെ അനാവരണം ചെയ്തിരിക്കും. ഇതാണ് ഈ പറഞ്ഞ നിന്ദ്യത, അങ്ങേയറ്റത്തെ നിന്ദ്യതയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം, എന്തുകൊണ്ട് അവർക്ക് ആ ദുർഗതി വന്നു? അവർ ഈ ദുനിയാവിൽ സുരക്ഷിതരായിരിക്കെ അവരെ സുജൂദ് ചെയ്യാൻ വിളിച്ചിരുന്നു. ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന വിളിയാളം, അത് സുജൂദിനുള്ള വിളിയാളമാണ്, നമസ്കാരത്തിനുള്ള വിളിയാളമാണ്. ആ വിളിയാളം കേട്ടിട്ട് അതിനെ അവഗണിച്ചു. അതിൻ്റെ പേരിലാണ് ഈ നിന്ദ്യത. അപ്പം അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ നിന്ദിച്ചാൽ അവൻ സുജൂദ് ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ആദരവ് ലഭിക്കും. എന്നാൽ സുജൂദ് ചെയ്തിട്ടില്ല എങ്കിൽ അവനെ കാത്തിരിക്കുന്നത് നിന്ദ്യതയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ഇന്നല്ലാഹ യഫ്അലു മാ യശാ, തീർച്ചയായും അള്ളാഹു അവന് ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു. അവൻ എന്തും പ്രവർത്തിക്കാൻ അധികാരവും കഴിവുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അത് പ്രവർത്തിക്കാൻ കഴിവും താക്കത്തുമുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ ആയത്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യണം. ആ സുജൂദിൻ്റെ പേരെന്താണ്? സുജൂദു തിലാവ. ഞാൻ പറഞ്ഞല്ലോ, 2 സ്ഥലത്ത് സൂറത്തുൽ ഹജ്ജിൽ തിലാവത്തിൻ്റെ സുജൂദുണ്ട്. ആ സുജൂദ് ചെയ്യേണ്ട ഒരു സന്ദർഭമാണിത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന ഒരു ഹദീസ് വായിക്കാം. ഇദാ ഖറഅ ഇബ്നു ആദം അസ്സജദ, എന്താ പറയുക, ഖുർആൻ ഓതുന്ന സമയത്ത് ഒരു ആദമിൻ്റെ മകൻ ആ സുജൂദ് ചെയ്യേണ്ട സന്ദർഭം വരുമ്പോൾ, സുജൂദ് ചെയ്യുമ്പോൾ ഇഅ്തസല ശൈത്താൻ യബ്കി, ശൈത്താൻ കരയുന്നതാണ്. ശൈത്താൻ ഇങ്ങനെ കരഞ്ഞ് പിന്തിരിഞ്ഞോടും. യഖൂലു, അവൻ പറയും, യാ വൈല, നാശമേ, ഉമിറ ബിനു ആദമ ബിസ്സുജൂദി ഫസജദ ഫലഹുൽ ജന്ന. ആദമിൻ്റെ മകനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു. അവൻ സുജൂദ് ചെയ്തു, അതിൻ്റെ പേരിൽ അവന് സ്വർഗ്ഗം ലഭിച്ചു. വ ഉമിർതു ബിസ്സുജൂദി ഫഅസ്വൈതു ഫലിയന്നാർ, എന്നാൽ എന്നോട് സുജൂദ് ചെയ്യാൻ അല്ലാഹു കൽപ്പിച്ചു, ഞാൻ അതിന് അഹങ്കാരം കൊണ്ട് അതിനെ ഉപേക്ഷിച്ചു, അതിനോട് ധിക്കാരം പ്രവർത്തിച്ചു, അതുകൊണ്ട് എനിക്ക് ലഭിച്ചത് നരകമാണ്. ഇപ്പോൾ ഖുർആൻ ഓതുമ്പോൾ സുജൂദ് ചെയ്യേണ്ട ആ സന്ദർഭം വരുമ്പോൾ സുജൂദ് ചെയ്യുക എന്നുള്ളത് ഏറെ പ്രധാനമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ സുജൂദും കണ്ട് പിശാജ്, ഇബ്ലീസ് കരയുന്നുണ്ട് എന്ന. കാരണം ഒരു സുജൂദ് ഒഴിവാക്കിയതിൻ്റെ പേരിലാണല്ലോ എനിക്ക് നിന്ദ്യത അനുഭവിക്കേണ്ടി വന്നത് എന്നതിൻ്റെ ദുഃഖം ഇപ്പോഴും ഇബ്ലീസിനുണ്ട് എന്നുള്ള അർത്ഥം. ഇനി ആ സുജൂദിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് ഇന്നത്തെ ഹദീസായി നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ്? സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? സജദ, ഞാൻ സുജൂദ് ചെയ്തു, വജ്ഹിയ, എൻ്റെ മുഖത്തെ ഞാൻ മുഖം കൊണ്ട് സുജൂദ് ചെയ്തു എന്നർത്ഥം. എങ്ങനത്തെ മുഖമാണ്? ലദീ ഖലഖഹു, അതിനെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. വസവ്വറഹു, അതിനെ ശരിപ്പെടുത്തിയിരിക്കുന്നു. വശഖ സമഅഹു വബസറഹു, അതുപോലെ കണ്ണും കേൾവിയും, അല്ലേ, കാഴ്ചയും കേൾവിയും അവൻ കീറിയെന്നാണ്, അല്ലേ. ഇതൊരു കീറലാണ്, പിന്നെ ഇതൊരു കീറലാണ്. അപ്പം ഷക്കാറിന് കീറുക എന്നർത്ഥം. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുഖത്ത് കാഴ്ചയെ കീറി, അതുപോലെ തന്നെ കേൾവിയെയും കീറിയിരിക്കുന്നു. തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, ഏറ്റവും നല്ല
സൃഷ്ടികർത്താവായ അല്ലാഹു അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു. ഇതാണ് നമ്മൾ ആ സുജൂദ് ചെയ്യുന്ന വേളയിൽ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥന. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇപ്പോൾ ഖുർആൻ ഓതുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം വരാം അല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ചെയ്യാം. ഇപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഖുതുബ പറയുന്ന സന്ദർഭത്തിൽ ഇതേപോലെ തിലാവത്തിൻ്റെ സുജൂദ് വന്നു. അപ്പോൾ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം മിമ്പറിൽ നിന്ന് ഇറങ്ങി സുജൂദ് ചെയ്തു. എന്നാൽ മറ്റൊരു സന്ദർഭത്തിൽ ഇതേപോലെ സുജൂദ് ചെയ്യാതെ തുടരുകയും ചെയ്തു. അപ്പോൾ രണ്ടും ചെയ്യുക, നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഈ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്താൽ മതി. എന്നിട്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ വിജയിപ്പിച്ചതുപോലെ തന്നെ പരലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നിസ്കാരം തുടങ്ങാനായിട്ടുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ ഭാഗ്യം നൽകിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളേക്ക് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളൊക്കെ ഈ ഒരുമിച്ചൊരു കൂടൽ, ഞങ്ങളുടെ ഈ പഠനം, അതിൻ്റെ നന്മയാൽ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി നൽകണമേ. അല്ലാഹുവേ, ഖുർആനെ ഹൃദയത്തോട് ചേർത്ത് വെക്കാനും ആ ഖുർആനിൽ നീ വെച്ചിട്ടുള്ള ആ നൂറ് ഹൃദയം കൊണ്ട് സ്വീകരിക്കാനും അങ്ങനെ ആ വെളിച്ചത്തിലായി നടന്ന് സ്വർഗമെന്ന മഹാസൗഭാഗ്യത്തിൽ എത്തിച്ചേരാനുള്ള തൗഫീഖ് ഞങ്ങൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅത്തുബു ഇലൈക്.